എൻ്റെ പേര് അഭിജിത്ത്. വയസ്സ് 26. ഞാൻ ഇനി എഴുതാൻ പോകുന്ന കാര്യങ്ങൾ ആരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല. ഇതൊരു സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന സത്യം. എനിക്ക് അച്ഛനും അമ്മയും ഒരു അനിയനുമുണ്ട്. അച്ഛൻ അനിലൻ, അമ്മ രജനി, അനിയൻ അഭിലാഷ്. ഞങ്ങൾക്ക് അത്യാവശ്യം സ്വത്തുണ്ടായിരുന്നു. ടൗണിൽ നല്ലൊരു വീടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അച്ഛൻ്റെ ബിസിനസ് തകർന്നത്. കുറേ കടങ്ങളുണ്ടായി. ബാങ്കുകാർ ജപ്തി നോട്ടീസ് അയച്ചു. ഞങ്ങൾ ജനിച്ചു വളർന്ന വീടും പറമ്പും വിറ്റു. കടങ്ങൾ വീട്ടി. അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ബാക്കി വന്ന ചെറിയ തുക കൊണ്ട് ടൗണിൽ ഒരു വീട് വാങ്ങാൻ കഴിയില്ലായിരുന്നു. അങ്ങനെയാണ് ആ ഗ്രാമത്തിലേക്ക് ഞങ്ങളെത്തുന്നത്. ഒരു ബ്രോക്കർ വഴിയാണ് ആ വീട് കണ്ടത്. വളരെ വിലക്കുറവ്. ചുറ്റും 2 ഏക്കർ കാട് പിടിച്ച റബ്ബർ തോട്ടം. നടുവിലായി ഒരു പഴയ ഓടിട്ട വീട്. അടുത്തെങ്ങും മറ്റു വീടുകളില്ല. മെയിൻ റോഡിൽ നിന്നും 1.5 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറണം. കാറൊന്നും പോവാത്ത മൺവഴിയാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം കിടക്കാൻ ഒരു ഇടം വേണമായിരുന്നു. അതുകൊണ്ട് അഡ്വാൻസ് കൊടുത്ത് അവിടെ താമസമാക്കി. പകൽ സമയത്ത് പോലും അവിടെ നല്ല ഇരുട്ടാണ്. റബ്ബർ മരങ്ങൾ തിങ്ങി നിൽക്കുകയാണ്. വെയിൽ താഴേക്ക് വീഴില്ല. ആദ്യത്തെ ദിവസം നല്ല ക്ഷീണമുണ്ടായിരുന്നു. വീടിന് ചുറ്റുമുള്ള കാട് വെട്ടിത്തെളിക്കാൻ ഞാൻ അച്ഛനെ സഹായിച്ചു. രാത്രി 8 മണിയായപ്പോൾ തന്നെ എല്ലാവരും കിടന്നു. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. കാറ്റിൻ്റെ ശബ്ദം മാത്രം. ചിവീടുകളുടെ കരച്ചിൽ പോലും അവിടെ കേട്ടില്ല. അതൊരു വല്ലാത്ത നിശബ്ദതയായിരുന്നു. രാവിലെ അനിയനാണ് ആദ്യം എഴുന്നേറ്റത്. അവൻ വന്ന് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ചേട്ടാ, ഇന്നലെ രാത്രി വെളിയിലേതോ പട്ടി കിടന്ന് ഓരിയിടുന്നുണ്ടായിരുന്നു. ഞാനതത്ര കാര്യമാക്കിയില്ല. വല്ല തെരുവുനായയുമാവും ഞാൻ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. പക്ഷെ അവൻ്റെ മുഖത്ത് ഒരു പേടിയുണ്ടായിരുന്നു. 2ാമത്തെ ദിവസവും ഞങ്ങൾ പറമ്പ് വൃത്തിയാക്കി. പഴയ വീടായതുകൊണ്ട് ഒരുപാട് പണികളുണ്ടായിരുന്നു. അന്ന് രാത്രി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അച്ഛനും അമ്മയും ഹാളിൽ ഇരിപ്പുണ്ട്. അച്ഛൻ്റെ മുഖം വല്ലാതെ ഇരുണ്ടിരുന്നു. എന്തു പറ്റിയച്ചാ? ഞാൻ ചോദിച്ചു. ഇന്നലെ രാത്രി നീ ആ ശബ്ദം കേട്ടോ? അച്ഛൻ ചോദിച്ചു. എന്ത് ശബ്ദം? ഒരു ഓരിയിടൽ വീടിൻ്റെ തൊട്ടുപുറകിൽ നിന്ന്. ഞാൻ അനിയനെ നോക്കി. അവൻ അച്ഛൻ പറയുന്നതും കേട്ട് അവിടെ നിൽപ്പുണ്ട്. ഇവൻ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, വല്ല പട്ടിയായിരിക്കും അച്ഛാ, ഇവിടെ കാടല്ലേ. അച്ഛൻ പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരു ദേഷ്യമുണ്ടായിരുന്നു. അത് പട്ടിയല്ല അഭിജിത്തേ. പിന്നെ? ഞാൻ സംശയത്തോടെ അച്ഛനെ നോക്കി. അതൊരു മനുഷ്യനാണ്, അച്ഛൻ പറഞ്ഞു. അച്ഛൻ മുമ്പ് ടൗണിലൊരു കെന്നൽ നടത്തിയിരുന്നു. നായ്ക്കളെ ബ്രീഡ് ചെയ്യുന്ന ബിസിനസ്. പലതരം നായ്ക്കൾ അവിടെയുണ്ടായിരുന്നു. അവയുടെ കുര കേട്ടാൽ അച്ഛന് ബ്രീഡ് പറയാൻ കഴിയും. അച്ഛന് മൃഗങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഒരു നായ ഊരിടുമ്പോൾ അതിനൊരു താളമുണ്ട്, അച്ഛൻ പറഞ്ഞു. അതിൻ്റെ തൊണ്ടയിലെ ശബ്ദം എനിക്ക് തിരിച്ചറിയാം. ഇന്നലെ രാത്രി ഞാൻ കേട്ടത് ഒരു നായയുടെ ശബ്ദമല്ല. പിന്നെ വല്ല കുറുക്കനോ മറ്റോ ആണോ? ഞാൻ ചോദിച്ചു. അല്ല, അതൊരു മനുഷ്യൻ്റെ ശബ്ദമാണ്. മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ശബ്ദമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ. അച്ഛൻ്റെ ശബ്ദം പതുക്കെയായിരുന്നു. പക്ഷെ അതിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ പകൽ മുഴുവൻ അച്ഛൻ വല്ലാത്തൊരു അസ്വസ്ഥതയിലായിരുന്നു. അടുത്ത 3 ദിവസങ്ങളിലും ഇതേ സംഭവം ആവർത്തിച്ചു. കൃത്യം രാത്രി 12:30 ആകുമ്പോൾ ആ ശബ്ദം തുടങ്ങും. റബ്ബർ തോട്ടത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്നാണ് തുടങ്ങുന്നത്. പതുക്കെ അത് വീടിനടുത്തേക്ക് വരും. വീടിൻ്റെ പിൻഭാഗത്തുള്ള അടുക്കളയുടെ ചുമരിനോട് ചേർന്ന് അത് നിൽക്കും. അവിടെ നിന്ന് തുടർച്ചയായി ഓരിയിടും. ചിലപ്പോൾ ഒരു മുരളൽ കേൾക്കാം. മനുഷ്യൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന, എന്നാൽ തീർത്തും മൃഗീയമായ ഒരു ശബ്ദം. പക്ഷെ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ഞാൻ നല്ല ഉറക്കമായിരുന്നു. രാത്രി കിടന്നാൽ പിന്നെ മരത്തടി പോലെയാണ്. 5ാമത്തെ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു. അവിടെ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. അച്ഛനും അമ്മയും സോഫയിൽ ഇരിപ്പുണ്ട്. അനിയൻ തറയിലൊരു മൂലയ്ക്കിരിക്കുന്നു. അവൻ്റെ മുഖത്ത് ചോരയില്ല. അവൻ പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. എന്തുപറ്റി? ഞാൻ ചോദിച്ചു. ആരും മിണ്ടിയില്ല. ഞാൻ അനിയൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ തോളിൽ പിടിച്ചു കുലുക്കി. അവൻ മുഖമുയർത്തി എന്നെ നോക്കി. ആ കണ്ണുകളിൽ ഞാൻ കണ്ട പേടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ചേട്ടാ, അവൻ്റെ ശബ്ദമിടറി. ഇന്നലെ രാത്രി ഞാൻ ആളെ കണ്ടു.
അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. തലേന്ന് രാത്രി സമയം 1 മണി കഴിഞ്ഞിരുന്നു. അവൻ്റെ മുറി വീടിൻ്റെ പിറകുവശത്താണ്. ജനൽ തുറന്നാൽ റബ്ബർ തോട്ടം കാണാം. പതിവ് പോലെ ആ ഊരിയിടൽ കേട്ട് അവൻ ഉണർന്നു. ആ ശബ്ദം വളരെ അടുത്തായിരുന്നു. ആരാണ് ഈ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് അവന് കാണണമായിരുന്നു. അവൻ കട്ടിലിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. ജനലിനടുത്തേക്ക് നീങ്ങി. പുറത്ത് നല്ല ഇരുട്ടാണ്. അവൻ്റെ മുറിയുടെ ജനലിന് നേരെ താഴെ നിന്നാണ് ശബ്ദം വരുന്നത്. പെട്ടെന്ന് ആ ഊരിയിടൽ നിന്നു. പകരം നിലത്ത് എന്തോ ഉരയുന്ന ശബ്ദം കേട്ടു. കരിയിലകൾ അമരുന്ന ശബ്ദം. അത് ജനലിന് താഴെ നിന്നും തോട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അവൻ കയ്യിലുണ്ടായിരുന്ന ചെറിയ ടോർച്ച് പുറത്തേക്ക് തെളിച്ചു. ഏകദേശം 20 മീറ്റർ അകലെ അവൻ ആ കാഴ്ച കണ്ടു. ഒരു മനുഷ്യൻ. പക്ഷേ അയാൾ നടക്കുന്നത് കാലുകൊണ്ടായിരുന്നില്ല. അയാളുടെ 2 കൈപ്പത്തികളും നിലത്താണ്. കാലുകൾ മുകളിലേക്ക് ഉയർത്തി വച്ചിരിക്കുന്നു. തല കീഴായി നിന്നുകൊണ്ട് അയാൾ മുന്നോട്ട് നടക്കുകയാണ്. കൈകൾ നിലത്തുകുത്തി. വളരെ വേഗത്തിൽ അയാൾ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. ശരീരം വല്ലാതെ വളഞ്ഞിരുന്നു. മനുഷ്യൻ്റെ നട്ടെല്ല് അങ്ങനെ വളയാൻ പാടില്ലാത്തതാണ്. ഒരു ചിലന്തി ഇഴഞ്ഞു നീങ്ങുന്നത് പോലെയാണ് അവന് തോന്നിയത്. അയാൾ പുറംതിരിഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് മുഖം കാണാൻ കഴിഞ്ഞില്ല. ടോർച്ചിൻ്റെ വെളിച്ചം അയാളുടെ മേൽ വീണതും അയാൾ പെട്ടെന്ന് നിന്നു. അയാൾ പതുക്കെ കഴുത്തു തിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പ് അവൻ ഭയന്ന് ടോർച്ച് ഓഫ് ചെയ്തു. ജനൽ കൊട്ടിയടച്ചു. ഇത്രയും പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നീ സ്വപ്നം കണ്ടതായിരിക്കുമടാ, ഞാൻ പറഞ്ഞു. തലകീഴായി നടക്കാനിതെന്താ സർക്കസ് കൂടാരമോ? അമ്മ എന്നെ രൂക്ഷമായി നോക്കി. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. പക്ഷേ എൻ്റെ ഉള്ളിലും ചെറിയൊരു പേടി തുടങ്ങിയിരുന്നു. അന്ന് പകൽ ഞാൻ പുറത്തേക്കൊന്നും പോയില്ല. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. ശരീരമാകെ വേദന, പ്രത്യേകിച്ച് തോൾഭാഗത്തും കഴുത്തിലും. 2 കൈപ്പത്തികളിലും നല്ല വേദനയുണ്ടായിരുന്നു. ഞാൻ കൈപ്പത്തികൾ നിവർത്തി നോക്കി. കൈവെള്ളയിൽ ചില പോറലുകൾ ഉണ്ടായിരുന്നു. നഖങ്ങൾക്കിടയിൽ കറുത്ത നിറത്തിൽ ചെളി പറ്റിയിട്ടുണ്ട്. രാവിലെ സോപ്പിട്ട് കഴുകിയതാണ്. അപ്പോഴൊന്നും ഈ ചെളി പോയില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ബാത്റൂമിൽ പോയി ബ്രഷ് വെച്ച് നഖങ്ങൾക്കിടയിലെ ചെളി ഉരച്ചു കഴുകി. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതെൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങി. അടുത്ത ദിവസങ്ങളിലും എൻ്റെ അവസ്ഥ കൂടുതൽ മോശമായി. രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്, നട്ടെല്ലിന് വല്ലാത്ത ഭാരം, 2 കൈക്കുഴകളിലും നീര് വന്നിരുന്നു. ഞാൻ അമ്മയോട് കുറച്ച് ചൂടുവെള്ളം ചോദിച്ചു. അമ്മ വെള്ളം കൊണ്ടുവന്നു തന്നു. പക്ഷേ അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. തലകുനിച്ച് ഗ്ലാസ് വെച്ചിട്ട് വേഗം പോയി. അമ്മയുടെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ എന്നോട് സംസാരിക്കുന്നത് കുറച്ചു. ഞാൻ ഹാളിലേക്ക് വരുമ്പോൾ അവർ സംസാരം നിർത്തും. അനിയൻ എൻ്റെ അടുത്തേക്ക് വരുന്നതേയില്ല. അവൻ പകൽ മുഴുവൻ മുറിയിൽ അടച്ചിരുന്നു. എനിക്ക് ദേഷ്യം വന്നു. വീടിനുള്ളിൽ ഒരുതരം ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. നിങ്ങൾക്ക് എന്തു പറ്റി? ഞാൻ ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. അവർ എന്നെ ഒഴിവാക്കുകയാണ്. അന്ന് രാത്രി ഞാൻ ഉറങ്ങാതിരിക്കാൻ തീരുമാനിച്ചു. പുറത്തു വരുന്ന ആ ജീവിയെ എനിക്ക് കാണണം. ആരുടേതാണ് ആ ശബ്ദമെന്ന് എനിക്കറിയണം. ഞാൻ മുറിയിലെ ലൈറ്റ് അണച്ചു. ജനലിനരികിൽ ഒരു കസേര ഇട്ടിരുന്നു. ജനൽപ്പാളികൾ അല്പം തുറന്നിട്ടു. കയ്യിൽ ഒരു ടോർച്ച് കരുതി. സമയം 12 പുറത്ത് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. റബ്ബറിലകൾ അനങ്ങുന്ന ശബ്ദം മാത്രം. പെട്ടെന്ന് എൻ്റെ കണ്ണുകൾക്ക് വല്ലാത്ത ഭാരം തോന്നി. എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോവുകയായിരുന്നു. ഞാൻ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. എത്ര ശ്രമിച്ചിട്ടും ഉറക്കം എന്നെ കീഴടക്കി. അതൊരു സ്വാഭാവികമായ ഉറക്കമായിരുന്നില്ല. ഒരുതരം ബോധം കെട്ടുപോകലായിരുന്നു. ആരും എൻ്റെ തലച്ചോറിലെ ഓർമ്മകൾ ഓഫ് ചെയ്തതുപോലെ. പിറ്റേന്ന് രാവിലെ ഞാൻ കണ്ണു തുറന്നു. ഞാൻ കട്ടിലിലല്ലായിരുന്നു. വെറും തറയിലാണ് കിടക്കുന്നത്. വസ്ത്രങ്ങൾ മുഴുവൻ ചെളിയായിരുന്നു. എൻ്റെ കൈപ്പത്തികളിൽ ഉണങ്ങിയ ചോരയുണ്ടായിരുന്നു. ഞാൻ വേഗം എഴുന്നേറ്റു. നഖങ്ങൾക്കിടയിൽ മുഴുവൻ മണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഞാൻ ബാത്റൂമിൽ പോയി കൈകൾ കഴുകി. ചോര എൻ്റേതായിരുന്നില്ല. വേറെ ഏതോ മൃഗത്തിൻ്റെയോ മറ്റോ ആണ്.
ഞാൻ വേഗം ഹാളിലേക്ക് ചെന്നു. അവിടെ അച്ഛൻ കാത്തിരിപ്പുണ്ടായിരുന്നു. അച്ഛൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാണ്. മേശപ്പുറത്ത് അച്ഛൻ്റെ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. അച്ഛന് അല്പം ദൂരെ മാറി അമ്മയും അനിയനുമുണ്ട്. അവർ എന്നെ നോക്കി ഭയന്നു നിൽക്കുകയാണ്. അഭിജിത്തെ, ഇവിടെ വന്നിരിക്കെ, അച്ഛൻ പറഞ്ഞു. ശബ്ദം ഗൗരവമുള്ളതായിരുന്നു. ഞാൻ കസേരയിലിരുന്നു. അച്ഛൻ ഫോൺ എടുത്തു. അതിലൊരു വീഡിയോ പ്ലേ ചെയ്ത് അതെൻ്റെ നേരെ തിരിച്ചു വച്ചു. ഞാൻ സ്ക്രീനിലേക്ക് നോക്കി. വീഡിയോയിൽ സമയം കാണിക്കുന്നുണ്ട്. വെളുപ്പിന് 2 മണി. വീടിൻ്റെ പുറകുവശത്തെ ദൃശ്യമാണ്. പിൻവാതിലിൻ്റെ അടുത്തുള്ള ജനലിലൂടെ അച്ഛൻ പകർത്തിയത്. പുറത്ത് നല്ല ഇരുട്ടാണ്. ഫോണിൻ്റെ ചെറിയ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ കാണാം. വീഡിയോയിൽ അടുക്കളയുടെ പിൻവാതിൽ പതുക്കെ തുറന്നു. ഇരുട്ടിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നു. ആ രൂപം കണ്ടതും എൻ്റെ ശ്വാസം നിന്നുപോയി. അത് ഞാനായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ അതേ വസ്ത്രങ്ങൾ, അത് ഞാൻ തന്നെയാണ്. ഞാൻ മുറ്റത്തേക്കിറങ്ങി. എൻ്റെ നടത്തം സാധാരണ പോലെ ആയിരുന്നില്ല. കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. ഒരാൾ ബോധമില്ലാതെ നടക്കുന്നത് പോലെ. പെട്ടെന്ന് ഞാൻ മുറ്റത്ത് നിന്നു. എൻ്റെ ശരീരം പുറകിലേക്ക് വളയാൻ തുടങ്ങി. നട്ടെല്ല് പൊട്ടുന്ന പോലൊരു ശബ്ദം വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം. അത് എൻ്റെ ശരീരത്തിൽ നിന്നാണ് വന്നത്. എൻ്റെ തല പുറകിലേക്ക് മടങ്ങി നിലത്തുമുട്ടി. ഞാൻ 2 കൈപ്പത്തികളും തറയിലമർത്തി. കാലുകൾ മുകളിലേക്ക് ഉയർത്തി. ഒരു ഞൊടിയിടയിൽ ഞാൻ തല കീഴായി നിന്നു. എൻ്റെ സന്ധികളെല്ലാം തിരിഞ്ഞിരുന്നു. ഒരു മനുഷ്യന് സാധിക്കാത്ത രൂപം. എൻ്റെ ശരീരഭാരം മുഴുവൻ ആ കൈപ്പത്തികളിലായിരുന്നു. പെട്ടെന്ന് ഞാൻ റബ്ബർ തോട്ടത്തിലേക്ക് നടക്കാൻ തുടങ്ങി. കൈകൾ കുത്തി വളരെ വേഗത്തിൽ. ഒരു വലിയ ചിലന്തിയെപ്പോലെ ഞാൻ ഇരുട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങി. കുറച്ച് ദൂരം ചെന്ന ശേഷം ഞാൻ നിന്നു. ക്യാമറയ്ക്ക് നേരെ കഴുത്തു വെട്ടിത്തിരിച്ചു. എൻ്റെ മുഖം സ്ക്രീനിൽ വ്യക്തമായി. എൻ്റെ കണ്ണുകൾ തുറിച്ചു നിൽക്കുകയായിരുന്നു. കൃഷ്ണമണികൾ മുകളിലേക്ക് കയറിയിരുന്നു. ചുണ്ടുകൾ വല്ലാതെ കോട്ടി വലിച്ചിട്ടുണ്ട്. അതൊരു പൈശാചികമായ ചിരിയായിരുന്നു. എൻ്റെ മുഖത്തെ ഭാവം എനിക്ക് തന്നെ അപരിചിതമായിരുന്നു. എന്നിട്ട് ഞാൻ വായ തുറന്നു. എൻ്റെ തൊണ്ടയിൽ നിന്നും ആ ശബ്ദം പുറത്തു വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടുകാർ കേട്ടു ഭയന്ന അതേ ഊരിയിടൽ. ഒരു മൃഗം ഇരയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആർത്തിയുള്ള അലർച്ച. ആ ശബ്ദം കേട്ട് എൻ്റെ രക്തം തണുത്തുറഞ്ഞു. അതെൻ്റേതായിരുന്നു. ഞാൻ തന്നെയായിരുന്നു ആ ജീവി. വീഡിയോ തീർന്നു. സ്ക്രീൻ ഇരുണ്ടു. ഹാളിൽ വല്ലാത്ത നിശബ്ദത. ഞാൻ എൻ്റെ കൈകളിലേക്ക് നോക്കി. ഈ കൈകളാണ് ഇന്നലെ ആ മണ്ണിൽ കുത്തിയത്. ഈ നഖങ്ങൾ കൊണ്ടാണ് ഞാൻ ഇഴഞ്ഞത്. എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നി. ഭയം എൻ്റെ തൊണ്ടയിൽ കുരുങ്ങി. അച്ഛാ, ഞാൻ വിളിച്ചു. എൻ്റെ ശബ്ദം വിറച്ചു. നീ ഇന്നലെ എവിടെ പോയതാണെന്നറിയാമോ? അച്ഛൻ ചോദിച്ചു. എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ കസാരയിലിരുന്ന് ഉറങ്ങിപ്പോയതാണ്. നീ പോയത് അനിയൻ്റെ ജനലിനടുത്തേക്കാണ്, അച്ഛൻ പറഞ്ഞു. അവൻ്റെ ജനലിൽ നീ നഖം കൊണ്ട് മാന്തി. ഗ്ലാസ് പൊട്ടിക്കാൻ ശ്രമിച്ചു. അവൻ പേടിച്ച് നിലവിളിച്ചപ്പോഴാണ് നീ തോട്ടത്തിലേക്ക് പോയത്. അവിടെ കിടന്ന ഒരു പട്ടിയെ നീ കൊന്നു. ആ ചോരയാണ് നിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ സ്വന്തം അനിയനെ വേട്ടയാടുകയാണോ? ഞാനൊരു പട്ടിയെ പച്ചയ്ക്ക് കടിച്ചു കീറിയോ? നമുക്കൊരു ഡോക്ടറെ കാണാം, അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അച്ഛൻ തലയാട്ടി. ഇത് ഡോക്ടറെ കാണിക്കേണ്ട കാര്യമല്ല രജനി. അവൻ്റെ ശരീരത്തിൽ അവൻ മാത്രമല്ല ഉള്ളത്. ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ തറച്ചു കയറി. എൻ്റെ ശരീരത്തിൽ മറ്റൊരാളോ? ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ ഇടത് കൈയിലെ പേശികൾ ചെറിയ രീതിയിൽ തുടിക്കുന്നുണ്ടായിരുന്നു. അത് എൻ്റെ നിയന്ത്രണത്തിലല്ല. എൻ്റെ ശരീരത്തിനുള്ളിൽ ഏതോ ഒരു അന്യജീവൻ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. അത് എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ. അന്ന് പകൽ ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ഞാൻ ബാത്റൂമിലെ കണ്ണാടിയിൽ നോക്കി. എൻ്റെ മുഖം മാറിയിട്ടുണ്ടോ? കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ വീണിരിക്കുന്നു. കഴുത്തിലെ ഞരമ്പുകൾ തെളിഞ്ഞു നിന്നു. എൻ്റെ മുഖത്ത് ആ മൃഗത്തിൻ്റെ ഭാവങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തെ ഭയക്കാൻ തുടങ്ങി. രാത്രിയാകുമ്പോൾ ഞാൻ ആരായി മാറും? എന്തു ചെയ്യും?
സന്ധ്യ കഴിഞ്ഞു. ഇരുട്ട് വീണു തുടങ്ങി. അച്ഛൻ എൻ്റെ മുറിയിലേക്ക് വന്നു. അച്ഛൻ്റെ കയ്യിൽ ഒരു വലിയ ഇരുമ്പ് താഴുണ്ടായിരുന്നു. അഭിജിത്തെ, അച്ഛൻ എന്നെ നോക്കി. നിന്നെ ഈ മുറിയിൽ പൂട്ടിയിടാൻ പോവുകയാണ്. ഞാൻ എതിർത്തില്ല. എനിക്കത് വേണമായിരുന്നു. എൻ്റെ ഉള്ളിലെ മൃഗം പുറത്തു വരരുത്. അതെൻ്റെ കുടുംബത്തെ ഉപദ്രവിക്കും. ഞാൻ സമ്മതിച്ചു എന്ന് തലയാട്ടി. ജനലുകളെല്ലാം ഞാൻ വെളിയിൽ നിന്നടച്ച് ആണിയടിച്ചിട്ടുണ്ട്. വാതിൽ ഞാൻ പുറത്തുനിന്ന് പൂട്ടും. എന്ത് ശബ്ദം കേട്ടാലും, നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ വാതിൽ തുറക്കില്ല, അച്ഛൻ പറഞ്ഞു. അച്ഛൻ പുറത്തിറങ്ങി. ആ കട്ടിയുള്ള മരവാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. പുറത്തുനിന്ന് താഴെ വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. കറണ്ടില്ലായിരുന്നു. മുറിയിൽ പൂർണ്ണ അന്ധകാരമായി. ഞാൻ കട്ടിലിൽ പോയി കിടന്നു. കണ്ണുകൾ ഇറുകി അടച്ചു. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഉറങ്ങരുത്, എൻ്റെ ബോധം പോകരുത്. സമയം ഇഴഞ്ഞു നീങ്ങി. 12 മണിയായി കാണും. മുറിയിൽ പെട്ടെന്ന് നല്ല തണുപ്പ് പടർന്നു. എൻ്റെ ശ്വാസത്തിൻ്റെ താളം തെറ്റി. നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. കൈപ്പത്തുകളിൽ ഒരു ചെറിയ ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. അത് പതുക്കെ വേദനയായി മാറി. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. എൻ്റെ ശരീരം കട്ടിലിലേക്ക് ആരോ ശക്തമായി അമർത്തിപ്പിടിച്ചിരിക്കുകയാണ്. എൻ്റെ നട്ടലിൽ ഒരു ചെറിയ വിറയലുണ്ടായി. അത് പതുക്കെ കഴുത്തിലേക്ക് കയറി. എൻ്റെ തലച്ചോറിൽ ആരോ പിടിമുറുക്കുന്നത് പോലെ തോന്നി. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. തൊണ്ടയിലെന്തോ കുരുങ്ങിക്കിടക്കുന്നു. എൻ്റെ കാലുകൾ തനിയെ മുകളിലേക്ക് ഉയർന്നു. എൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയായിരുന്നു. ഇരുട്ടിൽ ഞാൻ എൻ്റെ കൈകൾ കണ്ടു. വിരലുകൾ വളഞ്ഞു മുറുകുന്നു. എൻ്റെ ബോധം പതുക്കെ മറഞ്ഞു തുടങ്ങി. അവസാനമായി ഞാൻ എൻ്റെ സ്വന്തം ശബ്ദം കേട്ടു. അതൊരു അലർച്ചയായിരുന്നു. എൻ്റെ തൊണ്ട പൊട്ടി രക്തം വരുന്ന പോലൊരു ശബ്ദം. അത് മുറിയിൽ പ്രതിധ്വനിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കറുത്ത ഇരുട്ട് മാത്രം. പെട്ടെന്ന് എനിക്ക് ബോധം വന്നു. കടുത്ത വേദനയാണ് എന്നെ ഉണർത്തിയത്. എൻ്റെ വലതുകൈയിൽ എന്തോ തറച്ചു കയറിയിട്ടുണ്ട്. ഞാൻ കണ്ണു തുറന്നു. മുറിയിൽ ജനലിൻ്റെ വിടവിലൂടെ ചെറിയ വെളിച്ചം വന്നിട്ടുണ്ട്. നേരം വെളുക്കാറായി. ഞാൻ കട്ടിലിലല്ല കിടക്കുന്നത്. വാതിലിനോട് ചേർന്നുള്ള തറയിലാണ്. ഞാൻ വേഗം എഴുന്നേൽക്കാൻ ശ്രമിച്ചു. നട്ടലിന് വല്ലാത്ത കൊളുത്തിപ്പിടുത്തം. സന്ധികളെല്ലാം വേദനിക്കുന്നു. കഷ്ടപ്പെട്ട് ഞാൻ ഇരുന്നു. എൻ്റെ കൈകളിലേക്ക് നോക്കി. വലതു കൈയിൽ മുഴുവൻ ചോരയുണ്ട്. വിരലുകൾക്കിടയിൽ മരക്കഷ്ണങ്ങൾ തറച്ചിരിപ്പുണ്ട്. നഖങ്ങൾ അടർന്ന് ചോരയൊലിക്കുന്നു. ഞാൻ വാതിലിലേക്ക് നോക്കി. കട്ടിയുള്ള ആ തടിവാതിലിൻ്റെ താഴത്തെ പകുതി മുഴുവൻ മാന്തി പൊളിച്ചിരിക്കുകയാണ്. ആഴത്തിലുള്ള പാടുകൾ. മൃഗങ്ങൾ നഖം കൊണ്ട് വലിച്ചു കീറിയതുപോലെ. വാതിലിൻ്റെ തടിയിൽ മുഴുവൻ എൻ്റെ ചോര പറ്റിയിട്ടുണ്ട്. ഞാൻ മുറിയുടെ തറയിലേക്ക് നോക്കി. തറയിലെൻ്റെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നില്ല. പകരം ചോര പുരണ്ട കൈപ്പത്തികളുടെ പാടുകൾ മാത്രം. അത് മുറി മുഴുവൻ ഉണ്ടായിരുന്നു. തലകീഴായി ഞാൻ ആ മുറിക്കുള്ളിൽ വട്ടം കറങ്ങുകയായിരുന്നു. എൻ്റെ ഉള്ളിലെ ആ രൂപം പുറത്തു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. വാതിൽ പൊളിക്കാൻ അത് നോക്കി. എന്തിന്? പുറത്തെൻ്റെ അച്ഛനും അമ്മയും അനിയനുമുണ്ട്. അവരെ വേട്ടയാടാൻ. ഞാൻ എൻ്റെ തലയിൽ കൈവച്ച് തറയിലിരുന്നു. എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നില്ല. എൻ്റെ കണ്ണുകൾ വരണ്ടുപോയിരുന്നു. ഞാനൊരു കൊലയാളിയായി മാറുകയാണ്. എൻ്റെ സ്വന്തം കുടുംബത്തെ കൊല്ലാൻ കാത്തിരിക്കുന്ന കൊലയാളി. പുറത്തുനിന്ന് അച്ഛൻ്റെ ശബ്ദം കേട്ടു. അഭിജിത്തെ. ഞാൻ മിണ്ടിയില്ല. നീ ഉണർന്നോ? ഞാൻ പതുക്കെ എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് ചെന്നു. ഉവ്, ഞാൻ പറഞ്ഞു. എൻ്റെ ശബ്ദം വളരെ പരുക്കനായിരുന്നു. തൊണ്ട വേദനിക്കുന്നുണ്ടായിരുന്നു. താഴ് തുറക്കുന്ന ശബ്ദം കേട്ടു. വാതിൽ പതുക്കെ തുറന്നു. അച്ഛൻ പുറത്തു നിൽപ്പുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ആ വലിയ ഇരുമ്പ് കമ്പിയുണ്ട്. എന്നെ ആക്രമിക്കാൻ വേണ്ടിയല്ല, സ്വയം രക്ഷിക്കാൻ വേണ്ടി. എൻ്റെ ഉള്ളിലെ ജീവിയിൽ നിന്നുള്ള രക്ഷ. അച്ഛൻ മുറിയിലേക്ക് നോക്കി. വാതിലിലെ ചോരപ്പാടുകൾ കണ്ടു. എൻ്റെ പൊട്ടിയ കൈകൾ കണ്ടു. അച്ഛൻ്റെ മുഖത്തെ പേടി ഞാൻ കണ്ടു. സ്വന്തം മകനോടുള്ള ഭയം. പിന്നിൽ അമ്മയും അനിയനും നിൽപ്പുണ്ട്. അവർ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. നീ പോയി കുളിക്കേ, അച്ഛൻ പറഞ്ഞു. ഞാൻ തലയാട്ടി. ഞാൻ ബാത്റൂമിലേക്ക് നടന്നു. എൻ്റെ കാലുകൾക്ക് ഉറപ്പില്ലായിരുന്നു. വെള്ളം എൻ്റെ ശരീരത്തിൽ വീണപ്പോൾ
പൊട്ടിയ നഖങ്ങൾ വല്ലാതെ നീറി. ഞാൻ കണ്ണാടിയിൽ നോക്കി. എൻ്റെ മുതുകിൽ നീണ്ട പാടുകളുണ്ടായിരുന്നു. രാത്രി തറയിൽ ഉറങ്ങിയതിൻ്റെ പാടുകൾ. എൻ്റെ ശരീരം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നു പകൽ അച്ഛൻ എങ്ങോട്ടോ പോയി. വൈകുന്നേരം തിരികെ വന്നപ്പോൾ അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. ഞാനപ്പോൾ ഹാളിലിരിക്കുകയായിരുന്നു. അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ആ പഴയ സ്ഥലമുടമയെ പോയി കണ്ടു. അച്ഛൻ പറഞ്ഞു. ഞാൻ അച്ഛനെ നോക്കി. ഇതൊരു സാധാരണ സ്ഥലമല്ല അഭിജിത്തെ, അച്ഛൻ പറഞ്ഞു തുടങ്ങി. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ താമസിച്ചിരുന്നു. ഭദ്രൻ എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ വെറും ഒരു മനുഷ്യനായിരുന്നില്ല. അച്ഛൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാൻ എൻ്റെ മനസ്സ് തയ്യാറായിരുന്നില്ല. പക്ഷെ എനിക്കത് കേൾക്കണമായിരുന്നു. എൻ്റെ ഉള്ളിൽ ഉള്ളത് എന്താണെന്ന് എനിക്കറിയണമായിരുന്നു. ഭദ്രൻ ഒരു ദുർമന്ത്രവാദിയായിരുന്നു, അച്ഛൻ പറഞ്ഞു. അതിനേക്കാളുപരി അവനൊരു നരഭോജിയായിരുന്നു. മനുഷ്യമാംസം തിന്നുന്നവൻ. രാത്രികളിൽ അവൻ ഈ കാട്ടിലൂടെ തലകീഴായി ഇഴഞ്ഞു നടക്കുമായിരുന്നു. വഴി തെറ്റി വരുന്നവരെ അവൻ വേട്ടയാടി. അവരുടെ മാംസം അവൻ പച്ചയ്ക്ക് തിന്നു. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ വയറ്റിൽ നിന്നും എന്തോ മുകളിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. ഇന്നലെ ഞാൻ കൊന്നത് ഒരു പട്ടിയെയാണ്. നാളെ അത് ഒരു മനുഷ്യനാകാം. അവൻ്റെ മൃഗീയത കണ്ട് നാട്ടുകാർ അവനെ പിടികൂടി. അച്ഛൻ തുടർന്നു. അവർ അവനെ ജീവനോടെ വിട്ടില്ല. അവൻ്റെ കൈകാലുകളുടെ സന്ധികൾ അവർ തല്ലിയൊടിച്ചു. നട്ടെല്ല് ചവിട്ടിയൊടിച്ചു. ഇനി ഒരിക്കലും നേരെ നിൽക്കാൻ കഴിയാത്ത വിധം അവനെ വികലമാക്കി. എന്നിട്ട് ഈ പറമ്പിലെ ഒരു റബ്ബർ മരത്തിൽ അവനെ തലകീഴായി കെട്ടിത്തൂക്കി. അച്ഛനൊന്ന് നിർത്തി. അമ്മ വായ പൊത്തി കരയുകയായിരുന്നു. ദിവസങ്ങളോളം അവൻ ആ മരത്തിൽ കിടന്നു. വിശപ്പും ദാഹവും കൊണ്ട് അവനൊരു പേപ്പട്ടിയെപ്പോലെ ഓരിയിട്ടു. അവസാനം അവൻ അവിടെ കിടന്ന് ചത്തു. ആ മരം നിൽക്കുന്നത് നിന്റെ മുറിയുടെ ജനലിന് നേരെ പുറകിലാണ്. ഞാൻ ജനലിലേക്ക് നോക്കി. പുറത്ത് ഇരുട്ടു വീണു തുടങ്ങിയിരുന്നു. അവൻ്റെ ആത്മാവ് ഈ പറമ്പിൽ തന്നെയുണ്ട്. പകൽ അതിന് ശക്തിയില്ല. പക്ഷേ രാത്രിയായാൽ അത് ശരീരങ്ങൾ അന്വേഷിക്കും. നിന്റെ ശരീരമാണ് അതിന് എളുപ്പത്തിൽ കിട്ടിയത്. അവൻ നിന്റെ ശരീരത്തെ അവൻ്റെ പഴയ രൂപത്തിലേക്ക് മാറ്റുകയാണ്. ആ സന്ധികൾ വളച്ചൊടിച്ച് തലകീഴായി നടക്കാൻ അവൻ നിന്നെ നിർബന്ധിക്കുകയാണ്. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എൻ്റെ ശരീരത്തിലുള്ളത് ഒരു നരഭോജിയുടെ ആത്മാവാണ്. അവൻ്റെ വിശപ്പ് മാറ്റാനാണ് അവൻ എൻ്റെ അനിയൻ്റെ മുറിക്ക് പുറത്തു വന്നത്. നമുക്കിവിടുന്ന് പോകാം അച്ഛാ, ഞാൻ പറഞ്ഞു. പോകാം, നാളെ രാവിലെ തന്നെ നമ്മളിവിടുന്ന് പോകും, അച്ഛൻ പറഞ്ഞു. പക്ഷേ ഇന്ന് രാത്രി കൂടി നമുക്കിവിടെ കഴിഞ്ഞേ മതിയാകൂ. പുറത്തു നല്ല മഴക്കാറുണ്ട്. വണ്ടി കിട്ടില്ല. അത് ശരിയായിരുന്നു. പുറത്ത് മഴ തുടങ്ങിയിരുന്നു. വലിയ കാറ്റും ഇടിമുഴക്കവും. ഇന്ന് രാത്രി ഞാൻ വീണ്ടും ആ മുറിയിൽ കഴിയണം. എൻ്റെ ഉള്ളിലെ ആ രൂപത്തിന് ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അവൻ പൂർണ്ണമായും എൻ്റെ ശരീരത്തെ കീഴടക്കിയാൽ എന്തു ചെയ്യും? രാത്രി 8 മണിയോടെ ഞാൻ മുറിയിലേക്ക് കയറി. അച്ഛൻ പതിവ് പോലെ പുറത്തുനിന്ന് വലിയ താഴിട്ട് മുറി പൂട്ടി. ജനലുകൾ നേരത്തെ തന്നെ ആണിയടിച്ച് ഉറപ്പിച്ചിരുന്നു. കറണ്ട് വന്നിരുന്നില്ല. ഇടിയുടെ ശബ്ദത്തിൽ ജനൽ ചില്ലുകൾ വിറച്ചു. ഞാൻ കട്ടിലിലിരുന്നു. സമയം 10 മണിയായി. എൻ്റെ ഉള്ളിൽ ഭയം പതഞ്ഞു പൊങ്ങി. ഇന്ന് അവൻ വരും. ഇന്നലെ വാതിൽ പൊളിക്കാൻ കഴിയാത്തതിൻ്റെ ദേഷ്യം അവനുണ്ടാകും. അവനിന്ന് എൻ്റെ ശരീരത്തെ കൂടുതൽ വേദനിപ്പിക്കും. പെട്ടെന്ന് എൻ്റെ കഴുത്തിനു പിന്നിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഇന്നലെ തോന്നിയ അതേ തണുപ്പ്. എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. എൻ്റെ വിരലുകൾ തനിയെ വളയാൻ തുടങ്ങി. ഞാൻ എൻ്റെ വലതുകൈ ഇടതുകൈ കൊണ്ട് അമർത്തിപ്പിടിച്ചു. പക്ഷെ എൻ്റെ ശക്തി പോരായിരുന്നു. അത് വലിഞ്ഞു മുറുകി. ഇത്തവണ മാറ്റം വളരെ വേഗത്തിലായിരുന്നു. എൻ്റെ കാലുകൾ തറയിൽ നിന്ന് തനിയെ ഉയർന്നു. നട്ടെല്ല് പുറകിലേക്ക് വളയാൻ തുടങ്ങി. എനിക്ക് കടുത്ത വേദന തോന്നി. ഞാൻ നിലവിളിക്കാൻ വായ തുറന്നു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. എൻ്റെ താടിയലുകൾ വശങ്ങളിലേക്ക് തെന്നിമാറി. പല്ലുകൾ കൂട്ടിയുരസുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ തറയിലേക്ക് വീണു. എൻ്റെ തല നിലത്തുമുട്ടി. 2 കൈകളും നിലത്തുറച്ചു. കാലുകൾ മുകളിലേക്ക് ഉയർന്നു. ഞാൻ വീണ്ടും ആ രൂപത്തിലായി. തലകീഴായി നിൽക്കുന്ന ചിലന്തി രൂപം.
എൻ്റെ ബോധം പൂർണ്ണമായും പോയിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഭയം. എൻ്റെ ശരീരം ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, പക്ഷെ എനിക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എൻ്റെ കണ്ണുകൾ വാതിലിന് നേരെ തിരിഞ്ഞു. അവൻ എന്നെ വാതിലിനടുത്തേക്ക് നടത്തിച്ചു. പൊട്ടിയ നഖങ്ങൾ തറയിൽ ഉരസുന്ന ശബ്ദം. വാതിലിനടുത്തെത്തിയ ഞാൻ അതിൽ ആഞ്ഞടിച്ചു. ഭയങ്കരമായ ശബ്ദം മുറിയിൽ മുഴങ്ങി. അഭിജിത്തെ, പുറത്തുനിന്നും അച്ഛൻ്റെ ശബ്ദം കേട്ടു. ഞാൻ വായ തുറന്നു. എൻ്റെ തൊണ്ടയിൽ നിന്നും ആ ഭയാനകമായ ഓരിയിടൽ പുറത്തു വന്നു. അത് മുമ്പത്തേക്കാൾ ഉച്ചത്തിലായിരുന്നു. ഇടിമുഴക്കത്തെ പോലും തോൽപ്പിക്കുന്ന ശബ്ദം. ഞാൻ വാതിലിൽ വീണ്ടും വീണ്ടും അടിച്ചു. കൈപ്പത്തികളിലെ തൊലി പോയി രക്തം തെറിച്ചു. എൻ്റെ വേദന അവൻ അറിയുന്നില്ല. അവന് പുറത്തു കടക്കണം. വിശപ്പ് അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ നിർത്തി. എൻ്റെ തല ജനലിന് നേരെ തിരിഞ്ഞു. ആണിയടിച്ച് ഉറപ്പിച്ച ജനൽ. അവൻ അങ്ങോട്ടേക്ക് ഇഴഞ്ഞു. ജനൽപ്പാളികൾക്കിടയിലുള്ള വിടവിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. അവിടെ ഇരുട്ടിൽ മരങ്ങൾക്കിടയിൽ എന്തോ അനങ്ങുന്നുണ്ടായിരുന്നു. അവൻ ജനൽ കമ്പികളിൽ പിടിച്ചു വലിച്ചു. അവിശ്വസനീയമായ ശക്തിയായിരുന്നു എൻ്റെ ശരീരത്തിനപ്പോൾ. ഇരുമ്പ് കമ്പികൾ വളയാൻ തുടങ്ങി. മരത്തിൻ്റെ ഫ്രെയിം പൊട്ടുന്ന ശബ്ദം കേട്ടു. അവൻ ജനൽപ്പാളി ഒന്നാകെ ഇളക്കി മാറ്റി. പുറത്തു പെയ്യുന്ന മഴയും കാറ്റും മുറിയിലേക്ക് അടിച്ചു കയറി. അവൻ ജനലിലൂടെ പുറത്തേക്ക് ചാടി. കൈകൾ നിലത്തുകുത്തി. മഴയത്ത് അവൻ റബ്ബർ തോട്ടത്തിലേക്ക് ഇഴഞ്ഞു. എൻ്റെ ശരീരം തണുത്തുറയുന്നുണ്ടായിരുന്നു. അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ പറഞ്ഞ ആ മരത്തിനടുത്തേക്ക്. ഭദ്രനെ കെട്ടിത്തൂക്കിയ ആ മരം. മരത്തിനടുത്തെത്തിയ അവൻ പെട്ടെന്ന് നിന്നു. മരച്ചുവട്ടിലെ മണ്ണ് നനഞ്ഞ് കുതിർന്നിരുന്നു. അവൻ ആ മണ്ണിൽ നഖങ്ങൾ ആഴ്ത്തി മാന്താൻ തുടങ്ങി. ഭ്രാന്തമായി അവൻ മണ്ണ് വാരിയെറിഞ്ഞു. എൻ്റെ വിരലുകൾ ഒടിയുന്നത് ഞാൻ അറിഞ്ഞു. പക്ഷെ അവൻ നിർത്തിയില്ല. കുറെ താഴ്ചയിൽ കുഴിച്ചപ്പോൾ എന്തോ കട്ടിയുള്ള ഒന്നിൽ നഖം തട്ടി. അവൻ ആ മണ്ണ് മാറ്റിയെടുത്തു. അതൊരു മനുഷ്യൻ്റെ തലയോട്ടിയായിരുന്നു. ഭദ്രൻ്റെ തലയോട്ടി. മുകളിൽ കെട്ടിത്തൂക്കിയ ഭദ്രൻ്റെ ശരീരം ചീഞ്ഞഴുകി താഴെ വീണപ്പോൾ ആരും അത് എടുത്തു മാറ്റിയിരുന്നില്ല. അത് ആ മണ്ണിൽ തന്നെ കിടന്നു. അവൻ ആ തലയോട്ടി 2 കൈകൾ കൊണ്ടും എടുത്തു. എൻ്റെ മുഖത്തേക്ക് അതടുപ്പിച്ചു. ആ ശൂന്യമായ കൺകുഴികളിലേക്ക് അവൻ നോക്കി. എൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു ചിരി പുറത്തേക്ക് വന്നു. ഒരു വിജയിയുടെ ചിരി. പെട്ടെന്ന് എൻ്റെ പിന്നിൽ നിന്നും ഒരു വെളിച്ചം വന്നു. ടോർച്ചിൻ്റെ വെളിച്ചം. അച്ഛനായിരുന്നു അത്. കയ്യിലാ വലിയ ഇരുമ്പ് കമ്പിയുണ്ട്. അച്ഛൻ്റെ പുറകിലായി കുടയും പിടിച്ച് അമ്മയും അനിയനും നിൽപ്പുണ്ട്. വാതിൽ പൊളിക്കുന്ന ശബ്ദമില്ലാതായപ്പോൾ അച്ഛൻ പുറത്തു വന്ന് നോക്കിയതാണ്. ടോർച്ചിൻ്റെ വെളിച്ചം കണ്ണിലടിച്ചതും അവൻ ദേഷ്യത്തോടെ അലറി. കയ്യിലുണ്ടായിരുന്ന തലയോട്ടി താഴെയിട്ടു. അവൻ അച്ഛന് നേരെ തിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ അനിയൻ്റെ മേൽ പതിഞ്ഞു. പുതിയ ഇളം മാംസം. അവൻ്റെ വിശപ്പിരട്ടിച്ചു. അവൻ അച്ഛന് നേരെ ഇഴഞ്ഞടുത്തു. അച്ഛൻ ഇരുമ്പുകമ്പി മുറുകെ പിടിച്ചു. മാറി നിൽക്കാനില്ലേ, അമ്മ നിലവിളിച്ചു. അവൻ ഒറ്റച്ചാട്ടത്തിന് അച്ഛൻ്റെ മേൽ വീണു. അച്ഛൻ നിലത്തു വീണു. ടോർച്ച് തെറിച്ചുപോയി. ഞാൻ എൻ്റെ അച്ഛൻ്റെ കഴുത്തിന് നേരെ പല്ലുകൾ നീട്ടുന്നത് എനിക്ക് കാണാമായിരുന്നു. എനിക്ക് അച്ഛനെ കൊല്ലണം. അതാണ് എൻ്റെ ലക്ഷ്യം. വേണ്ട, എൻ്റെ അച്ഛനെ കൊല്ലരുത്. എൻ്റെ ഉള്ളിൽ കിടന്ന് ഞാൻ അലറി. പക്ഷെ ആർക്കും അത് കേൾക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ സർവ്വശക്തിയും എടുത്ത് എന്നെ തള്ളി മാറ്റി. ഇരുമ്പ് കമ്പിയും എടുത്ത് എൻ്റെ പുറത്ത് ആഞ്ഞടിച്ചു. അടി കൃത്യമായി നട്ടെല്ലിന് കൊണ്ടു. ഭയാനകമായ ഒരു കരച്ചിൽ എൻ്റെ തൊണ്ടയിൽ നിന്നും പുറത്തു വന്നു. പിടുത്തം വിട്ട് ഞാൻ നിലത്തു വീണു. എൻ്റെ ബോധം പൂർണ്ണമായും ഇരുട്ടിലേക്ക് വീഴുകയായിരുന്നു. കണ്ണു തുറക്കുമ്പോൾ വല്ലാത്ത വേദനയായിരുന്നു. നട്ടെല്ല് 2ആയി ഒടിഞ്ഞതുപോലെ. ഞാൻ അനങ്ങാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. എൻ്റെ കൈയും കാലും ബന്ധിച്ചിരിക്കുകയാണ്. ഞാൻ പതുക്കെ തലയുയർത്തി നോക്കി. ഹാളിലെ വലിയ തടിക്കസാരയിലാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. കട്ടിയുള്ള കയറുകൊണ്ട് എൻ്റെ ശരീരമാകെ കസാരയോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിട്ടുണ്ട്. കയറെൻ്റെ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. നേരം വെളുത്തിട്ടുണ്ട്. മഴ മാറിയിട്ടില്ല. ജനലിലൂടെ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. എനിക്ക് വല്ലാത്ത ദാഹം തോന്നി. ചുണ്ടുകൾ വറ്റി വരണ്ടിരുന്നു. വായിൽ ചോരയുടെ രുചി. ഞാൻ തുപ്പാൻ ശ്രമിച്ചു. കറുത്ത നിറത്തിലുള്ള ചോരയാണ് പുറത്തേക്ക് വന്നത്. അതെൻ്റേതായിരുന്നില്ല.
ഇന്നലെ രാത്രി എൻ്റെ പല്ലുകൾക്കിടയിൽ കുടുങ്ങിയ ഏതെങ്കിലും ഇരയുടെ മാംസത്തിൽ നിന്നുള്ളതാവണം. എനിക്ക് ഓക്കാനം വന്നു. അല്പം അകലെയായി സോഫയിൽ അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഇരുമ്പ് കമ്പിയുണ്ട്. അച്ഛൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ എനിക്ക് കാവലിരിക്കുകയായിരുന്നു. എൻ്റെ കഴുത്തനങ്ങുന്നത് കണ്ട് അച്ഛൻ എഴുന്നേറ്റു. ഇരുമ്പ് കമ്പി മുറുകെ പിടിച്ചു. എൻ്റെ അടുത്തേക്ക് വരാൻ അച്ഛന് പേടിയായിരുന്നു. അച്ഛാ, ഞാൻ വിളിച്ചു. എൻ്റെ ശബ്ദം എനിക്ക് തന്നെ അപരിചിതമായി തോന്നി. വളരെ പരുക്കനായ തൊണ്ടയിൽ നിന്ന് വരുന്ന ഒരു തരം മുരളൽ പോലെയാണ് അത് പുറത്തു വന്നത്. അച്ഛൻ ഒരടി പിന്നോട്ട് മാറി. വെള്ളം? ഞാൻ ചോദിച്ചു. അച്ഛൻ അടുക്കളയിലേക്ക് നോക്കി. അവിടെ അമ്മ നിൽപ്പുണ്ടായിരുന്നു. അമ്മ ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി വന്നു. അമ്മയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഗ്ലാസ് എൻ്റെ ചുണ്ടോട് ചേർത്തു. ഞാൻ ആർത്തിയോടെ അത് കുടിച്ചു. വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു. ഇന്നലെ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു. വാതിലിൻ്റെ ഇടയിലൂടെ അനിയൻ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കണ്ണുകളിൽ ഭയമായിരുന്നു. എന്നെ കാണുന്നത് തന്നെ അവന് പേടിയായിരുന്നു. ഇന്നലെ നീ എന്നെ കൊല്ലാൻ വന്നു അഭിജിത്തെ, അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷെ അതിൽ ഒരു നിസ്സഹായതയുണ്ടായിരുന്നു. നിന്നെ തടയാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ആ കമ്പി കൊണ്ടടിച്ചതുകൊണ്ടാണ് നീ നിന്നത്. അല്ലെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ ആരും ജീവനോടെ കാണില്ലായിരുന്നു. ഞാൻ തല ഊനിച്ചു. എനിക്കറിയാം, എൻ്റെ ഓർമ്മകൾ പൂർണ്ണമായും നശിച്ചിട്ടില്ല. ഇരുട്ടിൽ അച്ഛൻ്റെ കഴുത്തിലേക്ക് പല്ലുകൾ നീട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഇളം മാംസം കടിച്ചു കീറാൻ എൻ്റെ ഉള്ളിലെ ഭദ്രൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. നമുക്ക് ഡോക്ടറെ കാണാമനില്ലേ, അമ്മ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ കുട്ടിക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. ഇത് രോഗമല്ല രജനി, അച്ഛൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇതാ ഭദ്രനാണ്. അവൻ ഇവൻ്റെ ശരീരമെടുക്കുകയാണ്. അച്ഛൻ ഫോണെടുത്ത് ആരെയോ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ റേഞ്ച് ഇല്ലായിരുന്നു. ഇന്നലത്തെ കാറ്റിലും മഴയിലും ടവറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകണം. പുറം ലോകവുമായുള്ള ഞങ്ങളുടെ ബന്ധം പൂർണ്ണമായും അറ്റുപോയിരിക്കുന്നു. ആ റബ്ബർ തോട്ടത്തിന് നടുവിലെ വീട്ടിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു. എന്നെ കാറിലേക്ക് മാറ്റാൻ അച്ഛന് ഒറ്റയ്ക്ക് കഴിയില്ല. ഞാൻ എതിർത്താൽ അച്ഛന് പിടിച്ചു നിൽക്കാനും കഴിയില്ല. പെട്ടെന്ന് എൻ്റെ വയറ്റിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. കടുത്ത വിശപ്പ്. ഇന്നലെ രാത്രി മുഴുവൻ ഇഴഞ്ഞു നടന്നതിൻ്റെ ക്ഷീണമാകാം. പക്ഷെ അതൊരു സാധാരണ വിശപ്പായിരുന്നില്ല. വയറിനുള്ളിൽ ആരോ മാന്തി പൊളിക്കുന്ന പോലൊരു വേദന. എനിക്ക് വിശക്കുന്നു, ഞാൻ പറഞ്ഞു. അമ്മ വേഗം അടുക്കളയിലേക്ക് പോയി. ഒരു പാത്രത്തിൽ കുറച്ച് ചോറും കറിയുമായി വന്നു. അമ്മ പാത്രം എൻ്റെ നേരെ നീട്ടി. ചോറിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചതും എനിക്ക് വീണ്ടും ഓക്കാനം വന്നു. എൻ്റെ ഉള്ളിലെ ആ ജീവിക്ക് ഭക്ഷണം വേണമായിരുന്നു. വെന്ത ഭക്ഷണത്തിൻ്റെ മണം അവന് അരോചകമായിരുന്നു. ഞാൻ തല വെട്ടിത്തിരിച്ചു. എനിക്കിത് വേണ്ട, ഞാൻ പറഞ്ഞു. കുറച്ചെങ്കിലും കഴിക്കുമോനെ, നിനക്ക് തീരെ വയ്യ. അമ്മ കരഞ്ഞുകൊണ്ട് ചോറ് എൻ്റെ വായിലേക്ക് വെച്ച് തരാൻ നോക്കി. പെട്ടെന്ന് ഞാൻ അമ്മയുടെ കയ്യിലേക്ക് നോക്കി. എൻ്റെ കണ്ണുകൾ അമ്മയുടെ കൈത്തണ്ടയിലെ ഞരമ്പുകളിലേക്ക് നീണ്ടു. അവിടെ ഇളം നീല നിറത്തിൽ ഞരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ തൊലിക്കടിയിലെ മാംസം എൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു. എൻ്റെ വായിൽ ഉമിനീർ നിറഞ്ഞു. എൻ്റെ പല്ലുകൾ കൂട്ടിയിടിച്ചു. എനിക്കത് വേണം. ആ മാംസം കടിച്ചു വലിക്കണം. അതിലെ ചൂടുള്ള രക്തം കുടിക്കണം. എൻ്റെ ഉള്ളിലെ ഭദ്രൻ ആർത്തിയോടെ നിലവിളിക്കുകയായിരുന്നു. ഞാൻ പല്ലുകൾ പുറത്തു കാണിച്ച് അമ്മയുടെ കയ്യിലേക്ക് ആഞ്ഞുകൊത്തി. ഭാഗ്യത്തിന് കയറിൻ്റെ കുരുക്ക് മുറുകിയതിനാൽ എനിക്ക് അമ്മയുടെ ദേഹത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. എൻ്റെ പല്ലുകൾ വായുവിൽ കൂട്ടിയിടിച്ചു. പാത്രം താഴെ വീണുപൊട്ടി. അമ്മ നിലവിളിച്ചുകൊണ്ട് പിന്നിലേക്ക് മാറി. അച്ഛൻ ഓടി വന്ന് അമ്മയെ പിടിച്ചു മാറ്റി. എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ ഞാൻ പാടുപെടുകയായിരുന്നു. അമ്മേ, മാറി നിൽക്ക്, ഞാൻ അലറിക്കരഞ്ഞു. പക്ഷെ പുറത്തു വന്ന ശബ്ദം എൻ്റേതായിരുന്നില്ല. അതൊരു കാട്ടുമൃഗത്തിൻ്റെ അലർച്ചയായിരുന്നു. എൻ്റെ കണ്ണുകൾ തുറച്ചു. കയറുകൾ വലിഞ്ഞു മുറുകി. ഞാൻ കസാരയോട് ചേർന്ന് കുതറി. കട്ടിയുള്ള ആ തടിക്കസാര എൻ്റെ കുതറലിൽ ഞെരിഞ്ഞു. അച്ഛൻ ഇരുമ്പ് കമ്പിയുമായി എൻ്റെ മുന്നിൽ വന്ന് നിന്നു. അഭിജിത്തെ, അടങ്ങ്, അച്ഛൻ പറഞ്ഞു. ഞാൻ അച്ഛനെ നോക്കി പല്ലിറുമി.
എൻ്റെ ബോധം പതിയെ മങ്ങുകയായിരുന്നു. ഇത് പകലാണ്, പുറത്ത് വെളിച്ചമുണ്ട്. എന്നിട്ടും ഭദ്രൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുകയാണ്. രാത്രിയിൽ മാത്രമേ അവൻ വരാറുള്ളൂ. പകൽ ഞാനായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു. എൻ്റെ ശരീരത്തിനു മേലുള്ള എൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. ഭദ്രൻ പകൽ സമയത്തും എന്നെ കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു. സമയം ഉച്ചയായി. ഞാൻ കസാരയിൽ തന്നെ ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. പക്ഷെ ആകാശം ഇരുണ്ടിട്ടാണ്. വെളിച്ചം വളരെ കുറവ്. ഹാളിലെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം മാറിത്തുടങ്ങിയിരുന്നു. പകരം വല്ലാത്തൊരു ദുർഗന്ധം എൻ്റെ ശരീരത്തിൽ നിന്നും വമിക്കാൻ തുടങ്ങി. ചീഞ്ഞഴുകിയ ഒരു ശവത്തിൻ്റെ ഗന്ധം. മഴയത്ത് കുതിർന്ന മണ്ണും ചീഞ്ഞ മാംസവും ചേർന്നൊരു ഗന്ധം. അച്ഛനും അമ്മയും മൂക്കുപൊത്തിയാണ് ഹാളിലിരിക്കുന്നത്. അതെൻ്റെ ഗന്ധമല്ല, മണ്ണിലഴുകിത്തീർന്ന ഭദ്രൻ്റെ ഗന്ധമാണ്. അവൻ്റെ സാന്നിധ്യം എൻ്റെ ഓരോ അണുവിലും നിറയുകയാണ്. എൻ്റെ താടിയല്ലുകൾക്ക് വല്ലാത്ത ഭാരം തോന്നി. പല്ലുകൾക്ക് നീളം വയ്ക്കുന്നത് പോലെ. എൻ്റെ വിരലുകളിലെ നഖങ്ങൾ തറയിൽ ഉരസി പൊട്ടിയിരുന്നു. പക്ഷെ അവിടെ പുതിയ നഖങ്ങൾ മുളച്ചു വരുന്നതുപോലെ എനിക്ക് തോന്നി. മൂർച്ചയുള്ള കറുത്ത നഖങ്ങൾ. എൻ്റെ നട്ടെല്ല് പുറകിലേക്ക് വളയാൻ വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു. ഞാൻ കസാരയിൽ നിവർന്നിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ എൻ്റെ ശരീരം അതിന് വഴങ്ങിയില്ല. അതൊരു വില്ലുപോലെ പുറകിലേക്ക് വളയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കയറുകൾ എൻ്റെ തൊലി മുറിച്ച് മാംസത്തിലേക്ക് ഇറങ്ങി. രക്തം പൊടിഞ്ഞു. പക്ഷെ എനിക്ക് വേദന തോന്നിയില്ല. എൻ്റെ ശരീരത്തിലെ വേദന അറിയാനുള്ള കഴിവ് ഭദ്രൻ ഇല്ലാതാക്കിയിരുന്നു. അവന് വേണ്ടത് സ്വതന്ത്രമായ ഒരു ശരീരമാണ്. വേട്ടയാടാൻ പാകത്തിലുള്ള ഒരു ശരീരം. അനിയൻ അഭിലാഷ് ബെഡ്റൂമിൻ്റെ വാതിൽക്കൽ വന്ന് നിന്നു. അവൻ എന്നെ തന്നെ നോക്കുകയാണ്. എൻ്റെ കണ്ണുകൾ അവനിലേക്ക് തിരിഞ്ഞു. എൻ്റെ തൊണ്ടയിൽ നിന്നും വീണ്ടും ആ മുരളൽ പുറത്തു വന്നു. അവൻ്റെ കഴുത്തിലെ വിളറിയ തൊലിയാണ് ഞാൻ നോക്കുന്നത്. അവൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ താളം എനിക്ക് കേൾക്കാമായിരുന്നു. അവൻ്റെ ഹൃദയമിടിപ്പ് എൻ്റെ ചെവികളിൽ മുഴങ്ങി. അവനെ മുറിയിലടക്കേ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് അച്ഛനോട് പറഞ്ഞു. എൻ്റെ അവസാനത്തെ ബോധത്തിൽ നിന്നാണ് ഞാൻ ആ വാക്കുകൾ പറഞ്ഞത്. അച്ഛൻ എന്നെ നോക്കി. പിന്നെ അഭിലാഷിനോട് മുറിയിൽ കയറി വാതിലടയ്ക്കാൻ പറഞ്ഞു. അവൻ വേഗം മുറിയിൽ കയറി വാതിലടച്ചു. അവൻ പോയതും എൻ്റെ ഉള്ളിലെ ജീവി വല്ലാതെ അസ്വസ്ഥനായി. അവൻ്റെ ഇരയാണ് പോയത്. എൻ്റെ തല വല്ലാതെ വെട്ടിത്തിരിഞ്ഞു. എന്നെ കൊല്ലച്ചാ, ഞാൻ പറഞ്ഞു. എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. ഒരു മനുഷ്യനെന്ന നിലയിൽ എൻ്റെ അവസാനത്തെ കണ്ണീരായിരുന്നു അത്. അച്ഛൻ ഞെട്ടി എന്നെ നോക്കി. അവന് പൂർണ്ണമായും എന്നെ വേണം. രാത്രിയായാൽ അവൻ ഈ കയറുകൾ പൊട്ടിക്കും. എൻ്റെ പല്ലുകൾക്ക് അതിന് നല്ല മൂർച്ചയുണ്ട്. എന്നെ കൊന്നില്ലെങ്കിൽ അവൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലും. പച്ചയ്ക്ക് തിന്നും. ഓരോ വാക്കും പറയാൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി. എൻ്റെ നാവുകൾ വഴങ്ങുന്നില്ലായിരുന്നു. എൻ്റെ നാവിൻ്റെ നീളം കൂടിയതുപോലെ എനിക്ക് തോന്നി. അത് വായിൽ കൊള്ളുന്നില്ല. അമ്മ വലിയ വായിൽ കരയാൻ തുടങ്ങി. സ്വന്തം മകനെ കൊല്ലാൻ പറയുന്ന അവസ്ഥ ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയില്ല. പക്ഷേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഈ കസാരയിലിരുന്ന് ഞാൻ മാറുന്നത് ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ ഉള്ളിലെ മനുഷ്യൻ മരിക്കുകയാണ്. പകരം ഒരു പിശാച് ജനിക്കുകയാണ്. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇരുമ്പ് കമ്പി താഴെയിട്ട് അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരച്ഛൻ്റെ മുഴുവൻ സങ്കടവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ മുഖത്തെ ഭാവം മാറി. സങ്കടം മാറി അവിടെ പൈശാചികമായ ഒരു ചിരി വിരിഞ്ഞു. അത് ഞാനായിരുന്നില്ല. എൻ്റെ ശരീരത്തിനു മേലുള്ള നിയന്ത്രണം ഭദ്രൻ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. അച്ഛനടുത്തേക്ക് വന്നത് അവനൊരു അവസരമായിരുന്നു. ഞാൻ വായ തുറന്ന് അച്ഛൻ്റെ മുഖത്തേക്ക് ആഞ്ഞുകൊത്തി. അച്ഛൻ പെട്ടെന്ന് പിന്നിലേക്ക് മാറിയതുകൊണ്ട് എൻ്റെ പല്ലുകൾ അച്ഛൻ്റെ തോളിലെ ഷർട്ടിലുടക്കി. ഷർട്ട് കീറിപ്പറിഞ്ഞു. അച്ഛൻ്റെ തോളിൽ എൻ്റെ പല്ലുകൾ ഉരസി ഒരു ചെറിയ മുറിവുണ്ടായി. രക്തം പൊടിഞ്ഞു. ആ രക്തത്തിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചതും എൻ്റെ സമനില പൂർണ്ണമായും തെറ്റി. ഞാനൊരു മൃഗമായി അലറി. വീടിൻ്റെ മേൽക്കൂര കുലുങ്ങുന്ന അലർച്ച. അച്ഛൻ ഭയന്ന് പിന്നിലേക്ക് മാറി ഇരുമ്പ് കമ്പി വീണ്ടും കയ്യിലെടുത്തു. അനിലേ, അവനൊന്നും ചെയ്യല്ലേ, അമ്മ നിലവിളിച്ചു. ഞാൻ കയറുകളിൽ സർവ്വശക്തിയുമെടുത്തു വലിച്ചു.
കസേരയുടെ കാലുകൾ തറയിലുരസി ഭയാനകമായ ശബ്ദമുണ്ടാക്കി. കയറുകൾ പൊട്ടാൻ തുടങ്ങിയിരുന്നു. തടിക്കസേരയുടെ പിൻഭാഗം ചെറിയ ശബ്ദത്തോടെ വിണ്ടുകീറി. പുറത്ത് സമയം വൈകുന്നേരമായിക്കൊണ്ടിരുന്നു. ഇരുട്ടു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ഭദ്രൻ്റെ സമയം വരികയാണ്. ഈ കയറുകൾക്കോ ഈ കസേരയ്ക്കോ അവനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അവൻ്റെ വിശപ്പ് അത്രത്തോളം വലുതാണ്. ഈ കാട്ടിൽ അവന് പുതിയ ഇരകളെ വേണം. എൻ്റെ കഴുത്ത് ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ഞാൻ അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ ചുണ്ടുകൾ കൂട്ടി ഞാൻ ചിരിച്ചു. മനുഷ്യൻ്റെ ശബ്ദത്തിലല്ല, വളരെ വികൃതമായ തണുത്തൊരു ശബ്ദത്തിൽ എൻ്റെ തൊണ്ടയിൽ നിന്നും വാക്കുകൾ പുറത്തേക്ക് വന്നു. ഇന്ന് രാത്രി മാംസത്തിന് നല്ല രുചിയായിരിക്കും. അതെൻ്റെ ശബ്ദമായിരുന്നില്ല, അത് ഭദ്രനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും സംസാരിക്കുകയാണ്. തൻ്റെ ഇരകളോട് നേരിട്ട് സംസാരിക്കുകയാണ്. എൻ്റെ ബോധം പൂർണ്ണമായും ആ ഇരുട്ടിലേക്ക് വീണു കഴിഞ്ഞിരുന്നു. ഇനി അവിടെ അഭിജിത്തില്ല. വിശന്നു വലഞ്ഞ മനുഷ്യമാംസം കൊതിക്കുന്ന ഭദ്രൻ മാത്രം. കസേരയുടെ ഒരു കാൽ വലിയ ശബ്ദത്തോടെ ഒടിഞ്ഞു. ഞാൻ തറയിലേക്ക് മറിഞ്ഞു വീണു. പക്ഷെ എൻ്റെ ചിരി നിന്നില്ല. ഞാൻ തറയിൽ കിടന്ന് ആർത്തിയോടെ മുരണ്ടു. കസേര തറയിൽ വീണു ചിതറി. മരക്കഷ്ണങ്ങൾ എൻ്റെ ദേഹത്ത് തറച്ചു. ചോര പൊടിഞ്ഞു. പക്ഷെ എനിക്ക് വേദനിച്ചില്ല. ആ പഴയ തടിക്കസേരയ്ക്ക് എൻ്റെ ഇപ്പോഴത്തെ ശക്തിയെ തടഞ്ഞു നിർത്താൻ കഴിയില്ലായിരുന്നു. എൻ്റെ കൈകൾ ബന്ധിച്ചിരുന്ന കയറുകൾ ഞാൻ വലിച്ചു പൊട്ടിച്ചു. തറയിൽ വീണ് കിടന്ന നിലയിൽ തന്നെ എൻ്റെ ശരീരം പുറകിലേക്ക് വളഞ്ഞു. നട്ടെല്ല് വലിയ ശബ്ദത്തോടെ വളഞ്ഞു മുറുകി. ഞാൻ തലകീഴായി നിന്നു. എൻ്റെ വിരലുകൾ തറയിലെ ടൈലുകളിൽ അമർന്നു. വിരലുകൾക്കിടയിൽ നിന്നും കൂർത്ത നഖങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ഞാൻ തലയുയർത്തി അച്ഛനെ നോക്കി. അച്ഛൻ ഇരുമ്പുകമ്പി മുറുകെ പിടിച്ചു. എൻ്റെ കണ്ണുകൾ ഇരുട്ടിലും തിളങ്ങുന്നുണ്ടായിരുന്നു. രജനി, ഉള്ളിലേക്ക് ഓട്, അച്ഛൻ ഉറക്കെ അലറി. അമ്മ ഭയന്നു വിറച്ചുകൊണ്ട് അനിയൻ്റെ മുറിയിലേക്ക് ഓടി. ഞാൻ അവർക്ക് കുറുകെ ചാടാൻ ശ്രമിച്ചു. പക്ഷെ അച്ഛൻ എൻ്റെ മുന്നിലേക്ക് വന്നു. അച്ഛൻ ഇരുമ്പുകമ്പി കൊണ്ട് എൻ്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു. ഞാൻ വളരെ വേഗത്തിൽ തറയിലൂടെ ഇഴഞ്ഞു മാറി. കമ്പി തറയിൽ വന്നിടിച്ചപ്പോൾ തീപ്പൊരി ചിതറി. ഞാൻ നിലത്തു നിന്നും മുകളിലേക്ക് കുതിച്ചു. എൻ്റെ കാലുകൾ അച്ഛൻ്റെ നെഞ്ചിൽ വന്നിടിച്ചു. അച്ഛൻ തെറിച്ചുപോയി ചുമരിലിടിച്ച് താഴെ വീണു. കയ്യിൽ നിന്നും ഇരുമ്പുകമ്പി ദൂരെ തെറിച്ചുപോയി. അച്ഛൻ്റെ വായിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. അച്ഛൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അച്ഛനെ കൊല്ലാമായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിലെ ഭദ്രന് വേണ്ടത് ഇളം മാംസമാണ്. എൻ്റെ അനിയൻ്റെ മാംസം. അവൻ്റെ രക്തത്തിൻ്റെ ഗന്ധം എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഞാൻ അനിയൻ്റെ മുറിയുടെ വാതിലിനടുത്തേക്ക് ഇഴഞ്ഞു. വാതിൽ അകത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ ചോരയൊലിക്കുന്ന കൈപ്പത്തികൾ കൊണ്ട് ആ മരവാതിലിൽ അടിച്ചു. ഓരോ അടിയിലും വാതിൽ കുലുങ്ങി. ഞാൻ പല്ലുകൾ ഇറുക്കി ശബ്ദമുണ്ടാക്കി. എൻ്റെ തൊണ്ടയിൽ നിന്നും ആ ഭയാനകമായ ഓരിയിടൽ വീണ്ടും പുറത്തു വന്നു. മുറിക്കുള്ളിൽ നിന്നും അമ്മയുടെയും അനിയൻ്റെയും കരച്ചിൽ ഞാൻ കേട്ടു. അവരുടെ ഭയം എനിക്ക് കൂടുതൽ കരുത്ത് നൽകി. ഞാൻ വാതിലിൻ്റെ താഴെ ഭാഗത്ത് നഖങ്ങളാഴ്ത്തി. തടിപ്പലകകൾ വലിച്ച് ചീന്തിയെടുത്തു. വാതിലിന് നടുവിൽ വലിയൊരു വിടവുണ്ടായി. ഞാൻ അതിലൂടെ അകത്തേക്ക് നോക്കി. മുറിയുടെ ഒരു മൂലയിൽ അമ്മ അനിയനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ ഭയം കൊണ്ട് തുറിച്ചു നിൽക്കുകയാണ്. ഞാൻ ആ വിടവിലൂടെ എൻ്റെ തല അകത്തേക്ക് കടത്തി. എൻ്റെ ചുണ്ടുകൾ കൂട്ടി ഞാൻ ചിരിച്ചു. അകത്തേക്ക് കയറാൻ ഞാൻ എൻ്റെ ശരീരത്തെ ചുരുക്കി. തകർന്നു തുടങ്ങിയ ആ വാതിൽ പൂർണ്ണമായും പൊളിക്കാൻ എനിക്ക് നിമിഷങ്ങൾ മതിയായിരുന്നു. ഞാൻ മുറിക്കുള്ളിലേക്ക് ഇഴഞ്ഞു കയറി. അവർക്ക് പോകാൻ വേറെ വഴിയില്ലായിരുന്നു. ജനലുകളെല്ലാം തന്നെ ആണിയടിച്ച് അടച്ചതാണ്. അവർക്ക് നേരെ ഞാൻ പതുക്കെ ഇഴഞ്ഞടുത്തു. വേട്ടമൃഗം ഇരയെ കൊല്ലുന്നതിനു മുൻപുള്ള അവസാന നിമിഷങ്ങൾ. എൻ്റെ വായ പൂർണ്ണമായും തുറന്നു. എൻ്റെ താടിയെല്ലുകൾ വികസിച്ചു. പല്ലുകൾക്ക് മൂർച്ച കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അനിയൻ്റെ കഴുത്തിന് നേരെ കുതിക്കാൻ തയ്യാറായി. പെട്ടെന്ന് എൻ്റെ തലയ്ക്കുള്ളിൽ ഭയാനകമായ ഒരു ശബ്ദം മുഴങ്ങി. ഒരു പൊട്ടിത്തെറി പോലെ. എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എൻ്റെ തൊണ്ടയിൽ നിന്നും കടുത്ത വേദനയോടെയുള്ള ഒരു അലർച്ച പുറത്തു വന്നു. ഞാൻ തറയിൽ വീണുപിടഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ദേഹത്തിന് തീ പിടിച്ചതുപോലെ. ഓരോ കോശങ്ങളും വെന്തുരുകുന്ന വേദന. ഞാൻ നിലത്ത് കിടന്നുരുണ്ടു. എൻ്റെ നട്ടെല്ല് പഴയതുപോലെ നിവർന്നു.
കൈകാലുകളിലെ സന്ധികൾ പഴയ സ്ഥാനത്തേക്ക് തിരികെ വന്നു. അതികഠിനമായ വേദനയിൽ ഞാൻ എൻ്റെ നഖങ്ങൾ തറയിലാഴ്ത്തി. മുറിക്കുള്ളിലെ ജനലിലൂടെ പുറത്തുനിന്നും വലിയൊരു വെളിച്ചം വരുന്നുണ്ടായിരുന്നു. തീജ്വാലയുടെ വെളിച്ചം. ഞാൻ കഷ്ടപ്പെട്ട് തലയുയർത്തി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് മഴ മാറിയിരുന്നു. മുറ്റത്ത് അച്ഛൻ്റെ ബൈക്ക് മറിഞ്ഞു കിടപ്പുണ്ട്. അതിലെ പെട്രോൾ ട്യൂബ് ഊരിയിട്ടിരിക്കുകയാണ്. അച്ഛൻ ഒരു കന്നാസുമായി നിൽപ്പുണ്ട്. അച്ഛൻ്റെ ദേഹമാകെ ചെളിയാണ്. ആ റബ്ബർ മരച്ചുവട്ടിൽ ഇന്നലെ ഞാൻ തോണ്ടിയെടുത്ത ആ തലയോട്ടിയും അസ്ഥികളും കിടപ്പുണ്ടായിരുന്നു. അച്ഛൻ ആ അസ്ഥികൾക്ക് മുകളിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതാണ് ആ കാണുന്നത്. ആ തീജ്വാലകൾ ഉയരുന്നതിനൊപ്പം എൻ്റെ ഉള്ളിലെ ഭദ്രൻ കത്തിയമരുകയായിരുന്നു. അവൻ്റെ നിലനിൽപ്പ് ആ അസ്ഥികളിലായിരുന്നു. ആ പറമ്പിലെ മണ്ണിൽ അവൻ്റെ അസ്ഥികൾ ഉള്ളിടത്തോളം കാലം അവനവിടെ ശക്തിയുണ്ടായിരുന്നു. ആ അസ്ഥികൾ വെന്തുവെണ്ണീറാകുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ അവസാനത്തെ കണ്ണിയും അറ്റുപോവുകയാണ്. ആ തീ ആളിപ്പടർന്നു. ഭദ്രൻ്റെ അലർച്ച എൻ്റെ കാതുകളെ ബധിരമാക്കി. എൻ്റെ തൊണ്ടയിൽ നിന്നും കറുത്ത നിറത്തിലുള്ള കൊഴുത്ത രക്തം പുറത്തേക്ക് ഛർദ്ദിച്ചു. ആ ദുർഗന്ധം മുറിയിലാകെ നിറഞ്ഞു. പതുക്കെ എൻ്റെ തലച്ചോറിലെ ആ ഭാരമില്ലാതായി. എന്നെ വരിഞ്ഞു മുറുകിയിരുന്ന ആ ഇരുണ്ട ശക്തി എന്നെ വിട്ടുപോയി. എൻ്റെ കണ്ണുകളിൽ ഇരുട്ടുമൂടി. ഞാൻ പൂർണ്ണമായും ബോധരഹിതനായി. കണ്ണു തുറക്കുമ്പോൾ ഞാൻ ആശുപത്രിയിലാണ്. ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. എൻ്റെ കൈകളിലും കാലുകളിലും ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട്. ശരീരം മുഴുവൻ ബാൻഡേജുകളാണ്. അനങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ അരികിൽ അച്ഛനും അമ്മയും നിൽപ്പുണ്ട്. അവരുടെ മുഖത്ത് വലിയൊരു ആശ്വാസമുണ്ടായിരുന്നു. ആ രാത്രിക്ക് ശേഷം ഞങ്ങൾ ആ വീട്ടിലേക്ക് തിരികെ പോയിട്ടില്ല. അച്ഛൻ പോലീസിനെ വിവരമറിയിച്ചിരുന്നു. അവർ വന്ന് പറമ്പ് കുഴിച്ചു നോക്കി. ബാക്കി വന്ന അസ്ഥികളും അവർ കണ്ടെടുത്തു. എല്ലാം അവർ കൊണ്ടുപോയി ശാസ്ത്രീയമായി പരിശോധിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഭദ്രൻ്റേതാണ് ആ അസ്ഥികളെന്ന് അവർ ഉറപ്പാക്കി. ബാക്കിയുള്ളവ അവർ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. നിയമ നടപടികളെല്ലാം അച്ഛൻ ഒറ്റയ്ക്ക് തീർത്തു. ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ചു. ഇപ്പോൾ ടൗണിൽ തന്നെയുള്ള ഒരു ചെറിയ വാടക വീട്ടിലാണ് താമസം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞങ്ങളിപ്പോൾ സമാധാനത്തിലാണ്. എനിക്കിപ്പോഴും ഫിസിയോതെറാപ്പിയും മറ്റ് ചികിത്സകളും വേണം. എൻ്റെ ഒടിഞ്ഞ സന്ധികൾ പഴയപടിയാകാൻ ഇനിയും മാസങ്ങളെടുക്കും. പക്ഷേ ചില കാര്യങ്ങൾ എന്നെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ശരീരത്തിലെ മുറിവുകൾ കരിഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിലെ ഭയം മാറിയിട്ടില്ല. രാത്രിയായാൽ ഞാൻ ഉറങ്ങാറില്ല. മുറിയിലെ ലൈറ്റിട്ട് ഞാൻ കട്ടിലിൽ തന്നെ ഇരിക്കും. കണ്ണടച്ചാൽ ഇരുട്ടിലൂടെ തലകീഴായി ഇഴഞ്ഞു വരുന്ന ആ രൂപത്തെ ഞാൻ കാണും. എൻ്റെ വിരലുകളിലെ പുതുതായി മുളച്ചു വരുന്ന നഖങ്ങൾക്ക് ഇപ്പോഴും ഒരു കറുത്ത നിറമുണ്ട്. എത്ര വെട്ടിമാറ്റിയാലും ആ കറുപ്പ് നിറം പോകുന്നില്ല. ഇടയ്ക്ക് തണുപ്പുള്ള രാത്രികളിൽ എൻ്റെ നട്ടെല്ലിന് താഴെ ഒരു ചെറിയ വിറയൽ അനുഭവപ്പെടും. കൈകളിൽ വല്ലാത്ത വേദന വരും. അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്കുള്ളിൽ നിന്നും എനിക്കറിയാത്ത ഒരു മൃഗത്തിൻ്റെ മുരളൽ പുറത്തു വരാൻ ശ്രമിക്കും. ഞാൻ എൻ്റെ വായ ഇറുകി അടച്ചു പിടിക്കും. ശബ്ദം പുറത്തു വരാതിരിക്കാൻ ഞാൻ എൻ്റെ കൈപ്പത്തികളിൽ കടിച്ചു പിടിക്കും. ഭദ്രൻ പൂർണ്ണമായും പോയോ? എനിക്കറിയില്ല. ആ അസ്ഥികൾക്കൊപ്പം അവൻ കത്തിയമർന്നെന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷേ എൻ്റെ രക്തത്തിൽ അവൻ്റെ ഒരു അംശം അവശേഷിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഭയക്കുന്നു. അവൻ പൂർണ്ണമായും പോയിട്ടില്ലെങ്കിൽ അവൻ എൻ്റെ ഉള്ളിലെ ഇരുട്ടിൽ എവിടെയോ ഉറങ്ങുന്നുണ്ടാവാം, വീണ്ടും ഉണരാൻ വേണ്ടി. എൻ്റെ തൊണ്ടയിലെ ആ ചെറിയ മുരളൽ എന്നോട് പറയുന്നത് അതാണ്. വേട്ട അവസാനിച്ചിട്ടില്ല.